ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ലോഗ്സ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പരമേശ്വരൻ്റെ പറമ്പിലേക്കാണ് കേട്ടോ. ഈ ഒരു പറമ്പിൻ്റെ പ്രത്യേകത അറിയാലോ, ഒരുപാട് പച്ചക്കറികളാണ് ഈ ഒരു പറമ്പിൻ്റെ പ്രത്യേകത. ഞാനിതിന് മുമ്പ് ഇവിടെ വന്നപ്പോൾ വെണ്ടയും മുളകും ഒക്കെ കുരു ഇങ്ങനെ കുഴിച്ചിട്ടുണ്ടൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം വളർന്നു. അത് കൂടാതെ മത്തങ്ങ, കുമ്പളങ്ങ അങ്ങനെ എല്ലാത്തിൻ്റെയും കൃഷി ഇവിടെ തകൃതിയായിട്ട് നടക്കുവാണ്. എന്താന്ന് വെച്ചാൽ വിഷു അല്ലേ വരുന്നത്. വിഷുവിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. അപ്പോൾ എല്ലാവരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യണം പരമേശ്വരൻ ചേട്ടൻ്റെ ഈ അടിപൊളി പറമ്പിലേക്ക്, വിഷുവിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കത്തിലേക്കും അതുപോലെ സന്ധ്യാസ് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് പോയാലോ. വരൂ. ഇവിടെ പറമ്പിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് മത്തൻ്റെ കൃഷിയാണ് കേട്ടോ. മത്തൻ ഇങ്ങനെ പന്തലിച്ച് ഇങ്ങനെ കൃഷി ഇങ്ങനെ ഉണ്ട്. പക്ഷേ മത്തനിൽ കായൊന്നും ആയിട്ടില്ല. പൂക്കളുണ്ട് കേട്ടോ, ഒരുപാട് പൂക്കളൊക്കെ ഉണ്ട്. അപ്പം അധികം വൈകാതെ കായ ഉണ്ടാവും എന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് മത്തൻ കൃഷിയൊന്നും ആ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കായിലേക്ക് ആകും. അപ്പോൾ വിഷുവിന് കുറച്ചൊരു സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ ആയി തുടങ്ങി. ഇനി അധികം വൈകാതെ കായാവും. ഇനി തൊട്ടടുത്ത് കാണുന്നത് നമ്മുടെ കണിവെള്ളരിയുടെ കൃഷിയാണ്. കണിവെള്ളരി അങ്ങനെ ആയിക്കഴിഞ്ഞു. ചെറിയ ചെറിയ വെള്ളരിക്ക ഇതിനകത്ത് ഇങ്ങനെ ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കാണാം. ഞാനിങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് നോക്കുക നമ്മുടെ കണിവെള്ളരി ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം ഫീൽ ചെയ്തു കേട്ടോ. നമ്മൾ ഇതുപോലൊരു പറമ്പിൽ വന്നിട്ടേ ഇങ്ങനെ കണിവെള്ളരിയൊക്കെ ഉണ്ടായി കിടക്കണ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ ഭയങ്കര ഒരു സന്തോഷമല്ലേ. മേടമാസത്തിനെ വിഷുവിനെ വരവേൽക്കുവാനായി ഇവിടെ ഇതേവരെ കണിവെള്ളരിയും അതുപോലെ മത്തങ്ങ, കുമ്പളങ്ങ എല്ലാത്തിൻ്റെ കൃഷിയും കണ്ടപ്പോൾ മനസ്സിന് ഒരുപാട് സന്തോഷം എനിക്ക് തോന്നിയായിരുന്നു. നോക്കൂ, എത്ര വെള്ളരിക്കാന്നറിയാം ഇതിലുണ്ടായി കിടക്കുന്നത്. പക്ഷെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല കേട്ടോ. ഇങ്ങനെ അതിൻ്റെ ഇല കൊണ്ട് തന്നെ ഇങ്ങനെ കവേർഡായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് മൂടി കിടക്കുക ഇല കൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഒറ്റ നോട്ടം നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ വെള്ളരിക്ക ഉണ്ടായി കിടക്കണം മനസ്സിലാവില്ല. ഞാനിങ്ങനെ ഇലകൾ ഇങ്ങനെ മാറ്റി മാറ്റി നോക്കുന്നത് നമുക്ക് എന്തൊരു ചെറിയ വെള്ളരിക്ക നോക്കി എന്ത് രസമല്ലേ കാണുന്നത്. ഉണ്ട് കേട്ടോ, ഇതിനകത്ത് ഒരുപാട് വെള്ളരിക്കയുണ്ട്. ചെറിയ ചെറിയ വെള്ളരിക്ക ഉണ്ടായി കിടക്കുന്നുണ്ട്. വീണ്ടും ഇങ്ങനെ ഒരു കുഞ്ഞ് പിഞ്ച് വെള്ളരിക്ക, പിന്നെ കുറച്ച് വലിയ വെള്ളരിക്ക, അങ്ങനെ ഇതെല്ലാം ഇങ്ങനെ ഇലയിലെ ചുവട്ടിലിങ്ങനെ പതുങ്ങിയിരിക്കുകയാണ് കേട്ടോ നമ്മുടെ കണി വെള്ളരിക്ക. മത്തൻ ഇപ്രാവശ്യം പൂക്കൾ ഒരുപാട് ഉണ്ടാവുന്നുണ്ട്, പക്ഷെ കായ ഉണ്ടാവുന്നില്ല എന്നാണ് ചേട്ടൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ല മനോഹരമായിട്ട് തോന്നി എനിക്ക്. കണിവെള്ളരിക്ക പക്ഷെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. മത്തൻ ഇനി അറിയില്ല കായ ഉണ്ടാവുമോയെന്ന്. പൂക്കളുണ്ട്, ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ നമ്മുടെ വെള്ളരിക്ക തകൃതിയായിട്ടുണ്ടായിട്ടുണ്ട്. നമ്മുടെ കണി വെള്ളരിയാണ്. ഈ വെള്ളരിക്കയ്ക്ക് പ്രത്യേകതയുണ്ടല്ലേ. വിഷുവിന് നമ്മൾ രാവിലെ കണി വയ്ക്കുമ്പോൾ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു പച്ചക്കറികൾ നമ്മൾ ഒരുപാട് വയ്ക്കും കണിയിൽ. എന്നാലും നമ്മൾ അതിൻ്റെ കണി വെള്ളരിക്ക ഒരു പ്രഥമ സ്ഥാനം തന്നെ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ അതാണ് ഈ കാണുന്നത്. അപ്പം ഞാനിങ്ങനെ നടക്കുമ്പോൾ നല്ല വെയിലുമാണ് കേട്ടോ. ഇപ്പം ഭയങ്കര വെയിലുമാണല്ലോ. നടക്കുമ്പോഴെല്ലാം ഇങ്ങനെ ഇലകളുടെ അടിയിൽ ഇങ്ങനെ പതുങ്ങിയിരിക്കുക നമ്മുടെ കണി വെള്ളരി. സുന്ദരമായൊരു കാഴ്ച തന്നെയാണ്. എനിക്കത് ഭയങ്കര ഒരു സന്തോഷം തോന്നി കേട്ടോ എന്നെ കണ്ടപ്പോൾ. എത്ര എണ്ണം നോക്കിയാൽ ഉണ്ടായി കിടക്കുന്നത്. അത് നമ്മളിങ്ങനെ കയ്യിലെടുക്കുമ്പോഴേ നമ്മളിങ്ങനെ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കണ പോലെ അല്ലല്ലോ. അങ്ങനെ ചെടിയിലിങ്ങനെ ഉണ്ടായി പതുങ്ങി അതിനകത്ത് ഇങ്ങനെ ഇലകൾ കൊണ്ട് മൂടി കിടക്കണ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി എനിക്ക് കേട്ടോ. നമുക്ക് ഇനിയും നോക്കാം. ഇനി അങ്ങോട്ടേക്ക് ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. കുറേ ഒന്നാമത് ഈ തോട്ടം ഒരുപാടുണ്ട്. വലിയൊരു പറമ്പാണ് ചേട്ടൻ്റെ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ മതിലിൻ്റെ തൊട്ടപ്പുറത്തെ പറമ്പാണിത്. പക്ഷെ നമുക്ക് വരണമെങ്കിൽ നമുക്ക് റോഡിൽ കൂടി ചുറ്റി തന്നെ വരാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെ കണ്ടപ്പോൾ നമുക്കിത് ഭയങ്കര ഒരു മനസ്സിന് സന്തോഷം തോന്നുന്നൊരു കാഴ്ചയല്ലേ. ഇത് കണ്ടോ, വീണ്ടും ഉണ്ട് ഇതിനിടയിലൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മനോഹരമായ കാഴ്ച അത് കണ്ട് ആസ്വദിച്ചാലോ നമുക്ക്. കണി വെള്ളരിക്ക കാണുവാനായിട്ട് ഞാൻ ഈ പറമ്പിലേക്ക് വന്നപ്പോൾ ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇത്രയും വെള്ളരിക്ക ഇതിനകത്തുണ്ടായി കിടക്കണ്ടാവുന്നു. കാരണം ഇലകളാൽ ഇതിങ്ങനെ മൂടപ്പെട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു വെള്ളരിക്കൊന്നും ആയിട്ടുണ്ടാവില്ലായിരിക്കുന്നതാണ് വിചാരിച്ചത്. പിന്നെ ഇലകൾ മാറ്റി നോക്കിയപ്പോഴല്ലേ കാണുന്നത് ഇതിനകത്ത് എല്ലാം ഒരുപാട് വെള്ളരിക്ക കുട്ടന്മാർ പതുങ്ങിയിരിക്കുന്നുണ്ടെന്ന്.
കുമ്പളങ്ങയുടെ തോട്ടത്തിലേക്കാണ് കേട്ടോ. ഇവിടെ ചെറിയ ചെറിയ കുമ്പളങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ കുമ്പളങ്ങയുടെ തോട്ടത്തിലേക്ക് ഒന്ന് നോക്കിയാലോ. ഇവിടെ ഈ കുമ്പളങ്ങയുടെ തോട്ടത്തിൽ വന്നപ്പോൾ ഒരുപാട് പൂത്ത് കിടക്കുവാണ്. അതായത് ചെറിയ ചെറിയ കുമ്പളങ്ങ ഉണ്ടായി കിടക്കുന്നുണ്ട്. കണ്ടോ, അതിൻ്റെ ഇടയിലൊക്കെ കുമ്പളങ്ങ ഉണ്ടായി കിടക്കുന്നത് ചെറിയ കുമ്പളങ്ങയാണ്. ഇതെല്ലാം വിഷുവിനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. ഇത് കൂടുതൽ നിറച്ച് പൂത്ത് കിടക്കണം. അപ്പോൾ ഇതെല്ലാം കുമ്പളങ്ങയായിട്ട് മാറാനുള്ളതാണ്. നമുക്ക് എന്താണെങ്കിൽ ഒരു മാസം കൂടി കഴിഞ്ഞ് വന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളൊന്നും കാണാം കേട്ടോ. അപ്പോൾ കുമ്പളത്തിൻ്റെ തോട്ടത്തിൽ കൂടി ആവട്ടെ ഒരു നടപ്പ് അല്ലേ. നട്ടുച്ച വെയിലാണ്, പക്ഷെ എന്നാലും തോട്ടത്തിൽ കൂടി നടക്കുമ്പോൾ അതിനൊരു സന്തോഷം വേറെയാണ് കേട്ടോ. ചീര തോട്ടത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതവിടെ പച്ച ചീരയും അതുപോലെ ചുമപ്പ് ചീരയും. അപ്പം നമുക്ക് അതൊന്ന് കണ്ടാലോ. വരും. നിരയായിട്ടാണ് ഇവിടെ ചീര നട്ടിരിക്കുന്നത്. 2 നിരയിൽ ചുമപ്പ് ചീരയാണെങ്കിൽ പിന്നെ 2 നിരയിൽ പച്ച ചീരയാണ്. അങ്ങനെയാണ്. പിന്നെ അപ്പുറത്തേക്ക് ചെറിയ ചെറിയ ചീരകൾ നട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കുറച്ച് വലുതായി വരുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ചീരയുടെ. ഞാനിപ്പോൾ നടക്കുന്നത് ചുമപ്പ് ചീരയുടെ നടുക്ക് കൂടിയുള്ളൊരു വഴി കൂടി നടക്കുവാണ്. അത് കഴിഞ്ഞ് അപ്പുറത്ത് ഒരു റോ കൂടിയുണ്ട് ചുമപ്പ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പച്ച, പിന്നെ പച്ച ചുമപ്പ് അങ്ങനെയാണ് നട്ടിരിക്കുന്നത്. നല്ല രസമുണ്ട് അല്ലേ ഈ ചുമപ്പ് ചീര. എനിക്കിഷ്ടമാണ്. എനിക്ക് ചുമപ്പ് ചീരയെക്കാളും കൂടുതൽ ഇഷ്ടം പച്ചച്ചീരയാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഫേവറേറ്റ്. ഈ പച്ചച്ചീര ചെമ്മീനിട്ട് തോരൻ വെച്ചാൽ സൂപ്പർ ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ വിഷുവിനുള്ളതായതുകൊണ്ട് ഇത് വെജിറ്റേറിയനാണ് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ചീരയും ചെമ്മീനും നല്ലതാണെന്ന് പറഞ്ഞതാണ് കേട്ടോ. ഇനി നമ്മൾ വന്നിരിക്കുന്നത് വഴുതനങ്ങയുടെയും വെണ്ടയ്ക്കയുടെയൊക്കെ കൃഷിയിലേക്കാണ്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കണ്ടാലോ. ഈ നിൽക്കുന്ന എല്ലാം വഴുതനങ്ങ വെണ്ടയ്ക്ക ആ കൃഷിയാണ്. പക്ഷെ എല്ലാത്തിനും കായ്കളൊന്നും ആയിട്ടില്ല, ആയി വരണേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ വിഷുവിലുള്ള ഒരുക്കങ്ങൾക്കുള്ള പച്ചക്കറികളാണല്ലോ. അപ്പോൾ ഇനി കുറച്ച് സമയം കൂടി ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ ഒരു മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളാണ്. ചെറുതായിട്ട് പൂക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 1 മാസം കൊണ്ട് ഇതെല്ലാം റെഡിയാവും കേട്ടോ നമ്മുടെ വിഷുവിന്. ഈ കാണുന്നത് നമ്മുടെ തക്കാളി കൃഷിയാണ് കേട്ടോ. ചെറിയ ചെറിയ തക്കാളി ഉണ്ടായി കിടക്കുകയാണ്. ചെറുത് ഇതാ കാണിച്ചു തരാം കേട്ടോ. പച്ച തക്കാളിയാണ് കേട്ടോ. ചെറിയ പച്ച തക്കാളിയാണെങ്കിൽ തന്നെ ചെറിയ രീതിയിൽ മുട്ടിങ്ങനെ വിരിഞ്ഞ് ചെറിയ തക്കാളി ആയിട്ടേ ഉള്ളൂ. ഇതാ നോക്കിക്കോളൂ, ഇതിനിടയിലൊക്കെ ഉണ്ട്. ഇതെല്ലാം ഒരു 1-2 മാസം കൊണ്ട് നല്ല അടിപൊളിയായിട്ട് തക്കാളിയായിട്ട് തന്നെ ചുവപ്പ് തക്കാളിയായിട്ട് മാറും. ഇപ്പോൾ പച്ചത്തക്കാളി തന്നെ ചെറിയ സൈസ് ഉണ്ടായി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. നല്ലൊരു കാഴ്ച അല്ലേ. കണ്ടോ, പച്ചത്തക്കാളിയാണ് ഉണ്ടായി കിടക്കുന്നത്. ഒരുപാടുണ്ട് കേട്ടോ പച്ചത്തക്കാളി. പെട്ടെന്ന് ഇങ്ങനെ ഈ ഇലയും പച്ചയാകുമ്പോഴേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല കേട്ടോ. പക്ഷേ ഈ തക്കാളി പഴുത്ത് കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പച്ച ഇലയും നല്ല ചുവപ്പ് തക്കാളിയും നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. പക്ഷേ ഈ പച്ചയായിരിക്കുമ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പാടാ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതെല്ലാമാണ് ഇന്നത്തെ കാഴ്ചകൾ കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് 1 മാസം കഴിഞ്ഞിട്ട് ഈ പറമ്പിൽ വീണ്ടും ഒന്നുകൂടി വരാം. അപ്പോൾ മത്തങ്ങയും കുമ്പളങ്ങയും വഴുതനങ്ങയും വെണ്ടയ്ക്കയും എല്ലാം നല്ല കറക്റ്റായിട്ട് പാകമായിട്ട് നിൽക്കുന്നുണ്ടാവും നമ്മുടെ വിഷുവിന് വേണ്ടി. അപ്പോൾ ഈ കണിവെള്ളരി കാണുമ്പോഴും ഇതിനിടയിൽ കൂടി നടക്കുമ്പോഴൊക്കെ നമുക്ക് ആ വിഷുവിൻ്റെ ഒരു ഫീലിങ്ങില്ലേ, നമ്മുടെ വീട്ടുമുറ്റത്ത് വിഷു എത്തിയ ഒരു തോന്നലാണ് ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ലൈക്കും ഷെയറും വാല്യുബിൾ കമൻസും മറക്കരുത്. അതുപോലെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ സ്റ്റേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ്. ബൈ ബൈ.